നടി ഹണി റോസിനെ അപമാനിച്ച കേസിൽ ജാമ്യം ലഭിച്ച വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങില്ല. ജയിലിനുള്ളിൽ നാടകീയ രംഗങ്ങളാണ്. ബോബി ചെമ്മണ്ണൂർ ബോണ്ടിൽ ഒപ്പിട്ടിട്ടില്ല. ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർക്ക് ജാമ്യത്തിന് അവസരമൊരുക്കിയ ശേഷമേ താൻ പുറത്തിറങ്ങൂ എന്നുമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നിലപാട്. കോടതിക്ക് മുൻപിൽ സ്വീകരിക്കാനെത്തിയവർ മടങ്ങിപ്പോവുകയാണ്. അഞ്ജലി ശ്രീജിതാരാജ് ചേരുന്നു. അഞ്ജലി, വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ് ബോബി ചെമ്മണ്ണൂരിന്റേത്. മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള പ്രതിച്ഛായയ്ക്ക് വേണ്ടിയാണോ ബോബി ചെമ്മണ്ണൂരിന്റെ ശ്രമം? എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ബോണ്ട് ഒപ്പിടാൻ താൻ തയ്യാറല്ല എന്ന് പറയുന്നു. പക്ഷേ ജാമ്യത്തിനു വേണ്ടി അദ്ദേഹത്തിന് അഭിഭാഷകൻ കോടതിയിൽ ജാമ്യം ഈ ബോണ്ട് ഉപാധികൾ സ്വീകരിച്ചുകൊണ്ടാണ് ജാമ്യം ഓർഡർ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് ബോബി ചെമ്മണ്ണൂരിന്റെ വാദം? എന്താണ് ജയിലിൽ നിന്ന് അറിയാൻ കഴിയുന്നത്? ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാനെത്തിയവരൊക്കെ മടങ്ങുകയാണോ? അഞ്ജലി ശ്രീജിതാരാജ്. അതെ, തീർച്ചയായും അരുൺകുമാർ. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാനായിട്ട് ഏകദേശം 3:30 മണി മുതൽ ഇവിടെ നിറയെ ഈ കാക്കനാട് ജയിലിന്റെ പരിസരത്ത് മൊത്തം ആളുകൾ കൂടി നിൽക്കുകയായിരുന്നു. പ്ലക്കാർഡുകളൊക്കെ ഉയർത്തിക്കൊണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെല്ലാം എത്തിയത്. അവരെല്ലാം ഇപ്പോൾ മടങ്ങിപ്പോയിരിക്കുകയാണ്. അതായത് നടി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാൻ തയ്യാറാകാതെ ഉള്ളിൽ തന്നെ തുടരുകയാണ് ബോബി ചെമ്മണ്ണൂർ എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ ഈ അഭിഭാഷകനോട് ജാമ്യം നടപ്പാക്കേണ്ടതില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതായും വിവരങ്ങളുണ്ട്. ഇവിടെ നിന്നും നിരവധി ആളുകളാണ് ഇപ്പോൾ മടങ്ങിപ്പോയിരിക്കുന്നത്. കൂടാതെ ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും പല കാരണങ്ങൾ കൊണ്ട് ജയിലിൽ കഴിയേണ്ടി വരുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജയിലിൽ തുടരുകയാണ്. കൂടാതെ അഭിഭാഷകരില്ലാതെയും ബോണ്ട് തുക കെട്ടിവെക്കാൻ കഴിയാതെയും ഒരുപാട് ആളുകൾ ഈ ജയിലിലുണ്ട്. അവരെല്ലാം എന്നാണോ പുറത്തിറങ്ങുന്നത് അന്ന് മാത്രമേ താൻ പുറത്തിറങ്ങൂ എന്നാണ് പോലീസിനോടും ഉള്ളിലുള്ള ആളുകളൊക്കെ അഭിഭാഷകനോടും ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയതെന്നാണ് അറിയുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ട് ജയിലിലായ ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ സ്ത്രീകളടങ്ങിയ വലിയൊരു ആൾക്കൂട്ടം ജയിലിന് മുന്നിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണല്ലേ അഞ്ജലി ശ്രീജിതാരാജ്? അതെ, തീർച്ചയായും അരുൺകുമാർ. അതായത് നമ്മൾ എടുത്തു പറയേണ്ടത് പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ കേരളത്തിന്റെയും തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നെത്തിയ ആളുകൾ വരെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇവരെല്ലാം പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഹണി റോസിന്റെ തെറ്റാണ് അല്ലാതെ ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഈ സ്ത്രീകളെല്ലാം നമ്മളോട് പ്രതികരിച്ചത്. കൂടാതെ ഇവരെല്ലാം പറയുന്നത് അതായത് ഹണി റോസിന്റെ വസ്ത്രധാരണ രീതി തന്നെയായിരുന്നു മോശം. ഈ പൊതുസ്ഥലത്ത് വരുമ്പോൾ അവരത് ശ്രദ്ധിക്കണമായിരുന്നു. ബോബി ചെമ്മണ്ണൂർ ആ രീതിയിൽ പ്രതികരിച്ചതിന് ഒരു തെറ്റും ഈ സ്ത്രീകൾ കാണുന്നില്ല. ഈ രീതിയിൽ നാടകീയ രംഗങ്ങളാണ്. കൂടാതെ മെൻസ് അസോസിയേഷൻ ആളുകളും ഇവിടേക്ക് എത്തിച്ചേർന്നു. ഇവരും വലിയ രീതിയിലുള്ള ഈ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുകയായിരുന്നു ഈ ജയിലിന്റെ മുന്നിൽ നിന്നും. കാരണം ഈ ജാമ്യം സ്വീകരിക്കുന്ന സമയത്തോ ജാമ്യത്തിന് അഭിഭാഷകനെ ഏർപ്പാട് ചെയ്യുന്ന സമയത്തോ മനസ്സിലാക്കാൻ കഴിയും ഏതെങ്കിലും തരത്തിൽ ഈ ജയിൽ തടവുകാർക്ക് വേണ്ടി ഒരു മനുഷ്യാവകാശ പ്രവർത്തനം നടത്തുകയാണെന്നൊരു വാദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജാമ്യം കിട്ടിയ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഈ കാക്കനാട് ജയിലിലടക്കം ഒരുപാട് പേർ ജാമ്യം കിട്ടാതെ കഴിയുന്നുണ്ട്. അവർക്കൊക്കെ സാങ്കേതികമായി ജാമ്യം ശരിയാക്കിയ ശേഷമേ വരൂ എന്ന് പറഞ്ഞാൽ അതെല്ലാം നിലവിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പരിധിക്ക് പുറത്തുള്ള വിഷയങ്ങളല്ലേ അഞ്ജലി ശ്രീജിതാരാജ്? അതെ, തീർച്ചയായും അരുൺകുമാർ. കാരണം നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രമാത്രം ഓൺലൈൻ മീഡിയയിൽ നിന്നുള്ള ആളുകൾ വരെ ഇവിടേക്ക് എത്തിച്ചേർന്നു. അതായത് അവരെല്ലാം വലിയ രീതിയിൽ ഈ എത്തിച്ചേർന്ന ആളുകളോട് അവർ ചോദിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനോട് അദ്ദേഹത്തിനോടുള്ള ഐക്യദാർഢ്യം ഏത് രീതിയിലാണ് നിങ്ങൾ പുറത്തേക്ക് അറിയിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായിട്ടുള്ള ബൈറ്റുകളാണ് ഇവിടുന്ന് ഓൺലൈൻ മീഡിയക്കാരെല്ലാം എടുത്തുകൊണ്ടിരുന്നത്. കൂടാതെ ഇവരെല്ലാം പറയുന്നത് ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ്. പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള നാടകീയ രംഗമാണ്. കാരണം ജാമ്യം അപേക്ഷയായിട്ട് ഹൈക്കോടതിക്ക് പോകുന്നു, തുടർന്ന് ജാമ്യം ലഭിക്കുന്നു, ഉപാധികളോടെ ജാമ്യം ലഭിച്ചിട്ടും ആ ജാമ്യം തനിക്ക് വേണ്ട, ഈ ജയിലിലുള്ള ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ തുടരുക എന്ന് പറയുന്നതിലൂടെ എന്താണ് ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കൂടാതെ ഇന്ന് ഒരു പക്ഷേ മകരവിളക്കുണ്ട്, അത്തരത്തിലൊരു മീഡിയ കവറേജ് കിട്ടില്ല എന്നീ കാരണങ്ങളും ഇത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നാടകീയ രംഗമാണ് ഇവിടെ കാക്കനാട് ജയിലിന് മുന്നിൽ ഇത്രയും നേരം അരങ്ങേറിയത്. ഇവിടെ നിന്നും ഇപ്പോൾ ആളുകളെയെല്ലാം പോലീസുകാർ ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ഈ ജാമ്യ വ്യവസ്ഥയിൽ ഈ ജാമ്യത്തിൽ എന്ന് പുറത്തിറങ്ങും എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഈ ആളുകളെല്ലാം ഇവിടെ ഒരുപാട് തടവുകാരുണ്ട്. ഇവരിലെല്ലാം ഇറങ്ങുക എന്നത് അത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. അതായത് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഇനിയും ഇവിടേക്ക് എത്തും. അദ്ദേഹം ഇന്ന് പുറത്തിറങ്ങാത്തതിൽ വലിയ നിരാശയുണ്ട്. ഇനി നാളെയും, അതായത് എന്നാണോ അദ്ദേഹം പുറത്തിറങ്ങുക അന്നൊക്കെ താങ്കൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് ഈ സ്ത്രീകളും പുരുഷന്മാരും, അതായത് പല രീതിയിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളുകളാണെന്നൊക്കെയാണ് പറയുന്നത്. കൂടാതെ പല രീതിയിൽ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഇവർ പറയുന്നുണ്ട്. എന്നാൽ ഇവർ ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തിട്ടില്ല, ഹണി റോസ് തന്നെയാണ് തെറ്റ് ചെയ്തത്. ബോബി ചെമ്മണ്ണൂർ നേരത്തെ സംസ്ഥാന സർക്കാരിനോട് വിചിത്രമായ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ജയിലിലാകുന്നതിന് മുൻപ്, അന്ന് ഈ കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ്
തനിക്ക് ജയിലിൽ പോയി കിടക്കണമെന്നും ജയിലിലെ സാഹചര്യം മനസ്സിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അങ്ങനെ ജയിൽ തുറന്നു കൊടുക്കാൻ കഴിയില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. പിന്നീട് തെലങ്കാനയിൽ ടൂറിസം പ്രോജക്ടിന്റെ ഭാഗമായി ഒരു ഹെറിറ്റേജ് ജയിൽ ടൂറിസത്തിന്റെ ഭാഗമായി അദ്ദേഹം 500 രൂപ കൊടുത്ത് ജയിൽവാസം അന്ന് അനുഭവിച്ചിരുന്നു തെലങ്കാനയിൽ. പക്ഷേ ഇന്നിപ്പോൾ കോടതി കുറ്റം ചുമത്തി ജയിലിലേക്ക് അയക്കുമ്പോൾ ജയിലിനുള്ളിൽ കഴിയുന്ന ജാമ്യം കിട്ടാത്ത തടവുകാർക്ക് ജാമ്യം ഉറപ്പിച്ച ശേഷം മാത്രമേ പുറത്തിറങ്ങൂ എന്ന വിചിത്ര നിലപാടാണ് ബോബി ചെമ്മണ്ണൂർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും ബോണ്ടിൽ ഒപ്പിടാൻ തയ്യാറല്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത്.